വയനാട് സുഗന്ധഗിരി സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസിൽ വനിതാ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർക്ക് നേരെ പീഡന ശ്രമം എന്ന് പരാതി. ഡ്യൂട്ടിക്കിടെ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ രതീഷ് കുമാർ മുറിയിൽ കയറി പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറുടെ പരാതി. സംഭവത്തിൽ വകുപ്പുതല അന്വേഷണം നടന്നു വരികയാണെന്ന് സൗത്ത് GFO അജിത് കെ രാമൻ വ്യക്തമാക്കി. സമീർ ബിൻ കരീം ആ വാർത്തയുടെ വിവരങ്ങളും ചെയ്യുന്നു. സമീർ, ഉയർന്നുവരുന്ന പരാതി ഗുരുതരമായ പരാതിയാണ്. തീർച്ചയായും ആഷ്മി, അങ്ങനെ തന്നെയാണ്. വനംവകുപ്പിന്റെ ഓഫീസിൽ നടക്കാൻ പാടില്ലാത്തത് നടന്നിരിക്കുന്നു എന്നുള്ളതാണ്. വയനാട് സുഗന്ധഗിരി സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസിൽ വെച്ച് സംഭവം നടന്നു എന്നാണ് പറയുന്നത്. ഈ ഓഫീസിലെ വനിതാ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ നൈറ്റ് ഡ്യൂട്ടിയിലായിരുന്നു. ആ സമയത്താണ് ഇവരുടെ മുതിർന്ന ഉദ്യോഗസ്ഥനായിരിക്കുന്ന ഈ രതീഷ് എന്ന് പറയുന്ന ഇയാൾ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ള പരാതി ഉയർന്നിരിക്കുന്നത്. ഈ വനിതാ ഫോറസ്റ്റ് ഓഫീസർ മാത്രമായിരുന്നു അന്ന് രാത്രി ഡ്യൂട്ടിയിലുണ്ടായിരുന്നത്. ആ സമയത്താണ് ഇവരുണ്ടായിരുന്ന മുറിയിലെത്തി പീഡിപ്പിക്കാൻ ശ്രമിച്ചത് എന്നുള്ളതാണ് ആ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വകുപ്പ് തല അന്വേഷണം നടക്കുന്നു. ഒപ്പം തന്നെ പടിഞ്ഞാറത്തറ പോലീസിലും ഇവർ പരാതി നൽകിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പടിഞ്ഞാറത്തറ പോലീസ് ഈ രതീഷിനെതിരെ നിലവിൽ കേസെടുത്തിരിക്കുകയാണ്. വനംവകുപ്പ് സൗത്ത് DFO വ്യക്തമാക്കിയിട്ടുള്ളത് രതീഷിനെ ഈ കൽപ്പറ്റ റേഞ്ച് ഓഫീസിലേക്ക് അവിടെ നിന്നും സ്ഥലം മാറ്റി എന്നുള്ളതാണ്. ഇതിന്റെ ഭാഗമായി വകുപ്പ് തല അന്വേഷണവും ഇതിന്റെ ഭാഗമായി നടക്കുന്നുണ്ട് എന്നും ഇവർ വ്യക്തമാക്കുകയാണ്. ഏതായാലും വനംവകുപ്പിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ ഒരു വനിതാ ഉദ്യോഗസ്ഥയെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഒരു ഗുരുതരമായ സംഭവം തന്നെയാണ്. ഇതിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്നുള്ളത് ഈ നൈറ്റ് ഡ്യൂട്ടിയിൽ ഒരിക്കലും തന്നെ ഈ വനിതാ ഉദ്യോഗസ്ഥയെ ഒരാൾ മാത്രമായി നിർത്താൻ പാടില്ല എന്നുള്ള ചട്ടം നിലനിൽക്കുന്നുണ്ട്. ഒന്നിലധികം വനിതാ ഉദ്യോഗസ്ഥർ വേണമെന്നുള്ളതാണ് ചട്ടം. ആ ചട്ടം പാലിക്കപ്പെടാതെ ഇവിടെ ഇരുന്നിട്ടുണ്ട് എന്നുള്ള സംശയവുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട്. അപ്പൊ ആ പരാതിയിലുള്ള മുന്നോട്ട് പോക്ക്, അതിന്റെ ബാക്കി അന്വേഷണം എങ്ങനെയാണ് സമീർ? ഹഷ്മി, ഇതുമായി ബന്ധപ്പെട്ട് പടിഞ്ഞാറത്തറ പോലീസ് രതീഷിനെ പ്രതിയാക്കി കേസെടുത്തിരിക്കുകയാണ്. ഉടൻ തന്നെ അറസ്റ്റ് അടക്കമുള്ള നടപടിയിലേക്ക് കടക്കാൻ വേണ്ടിയാണ് പോലീസിന്റെ തീരുമാനം. ഒപ്പം തന്നെ ഈ പരാതിയിൽ ഉറച്ചു തന്നെ മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിലുമാണ്. അതുകൊണ്ട് തന്നെ ശക്തമായ നടപടി വിഷയത്തിൽ വേണ്ടിവരുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒപ്പം കേവലം ഒരു സ്ഥലം മാറ്റത്തിലപ്പുറം ഒരു ശക്തമായ നടപടിയാണ് ഇതിൽ ഈ പരാതിക്കാരി വനവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഒപ്പം തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നും പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, സമീർ ബിൻ കരീമാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. മുറിയിൽ കയറി സെക്ഷൻ ഓഫീസറെ പീഡിപ്പിക്കാൻ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറെ പീഡിപ്പിക്കാൻ എന്നുള്ളതാണ് പരാതി. എന്തായാലും അതിൽ അന്വേഷണം നടക്കട്ടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.